5th day of 100 days challenge guys. ഇവിടെ 5:30 ഹാഫ് ആൻ അവർ നേരത്തെ വൈകി. സാധാരണ 5 മണിക്ക് എണീക്കാറ്. 5:30 പതുക്കെ കുളിച്ച് എല്ലാം ചെയ്യാം. അങ്ങനെ നമ്മളൊരു ഒന്നും കൂടി ഉറങ്ങി. 6:20 ആകാറായി. 6:20 എണീച്ചു. 1 hour സ്ലീപ്പ് ഉറങ്ങി. ഇറ്റ്സ് ഓക്കെ. നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് ടയർഡായിരിക്കും. എക്സ്ട്രാ 1 hour ഉറങ്ങുന്നൊന്നും തെറ്റൊന്നുമില്ല. നമുക്ക് ഫ്രഷായിട്ട് യോഗ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യും? പരിപ്പ് വെള്ളത്തിലിട്ട് അവിടെ ഇവിടെ ചോറിനൊക്കെ കൈ നമ്മൾ വെള്ളമുണ്ട് ഗൈസ് ഇതിൽ. ഇത്ര വെള്ളമുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി കൂടെ വെള്ളം ഉണ്ടായിരുന്നു. ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന കേട്ടിട്ടുണ്ട്. കുതിർന്ന് മീൻസ് പൊതിരാൻ വെക്കില്ല. പൊതിരുക എന്നുള്ള മാറ്റം കുതിർന്ന് എല്ലാവരും പറയുന്നല്ലേ. ഒരു ഇങ്ങനെ കുറച്ചുകൂടി വെക്കാം. ബിക്കോസ് വി ഡോണ്ട് ഹാവ് കുക്കർ. ഞാൻ അത് കാണിച്ചു ഇത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് കുറേ ഈ ആൾക്കാരോട് ഞാൻ കാല് കാണിച്ചു, ഞാൻ എൻ്റെ നെഞ്ച് കാണിച്ചു എന്നൊന്നും പറഞ്ഞാലും തരണ്ട. ഇനി എനിക്ക് മാത്രമാണ് എൻ്റെ ഇതൊക്കെ ഉള്ളത്. ലോകത്ത് വേറെ ആരുമില്ല. ഉണ്ടമ്പരി കാണാൻ സൗകര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക.
നമ്മൾ ഫോണൊക്കെ നോക്കിയിരുന്ന് ഒരുപാട് സമയം വേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് കുറച്ച് കുക്ക് ചെയ്യാം. കാരണം 11:11 നമുക്ക് 12:30 പോകണം. ബിക്കോസ് നമ്മൾക്ക് 1 മണിക്കാണ് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് റെഡി കോളേജിലോട്ട് പോകണം ഗൈസ്. എന്താണെന്ന് വെച്ചാൽ കുറച്ച് വർക്കുണ്ട് ചെയ്ത് വെക്കാൻ. സോ നമ്മുടെ ഫ്രണ്ടും കോളേജിലുണ്ട്. അപ്പോൾ നേരത്തെ പോയാൽ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലാണ്. നമ്മുടെ ക്ലാസ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു. ഇന്നൊരു എക്സാം ഉണ്ടായിരുന്നു, മെയിൻ എക്സാം. പാസ്സായില്ലെങ്കിൽ നമുക്ക് 2 വട്ടം കൂടി ചാൻസ് ഉണ്ട്. എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ അടുത്ത സെമിസ്റ്ററിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ സമയം എത്രയായി? 6:06 ഗൈസ്. വൈകുന്നേരം 6:06. ഇന്നത്തെ ക്ലാസ് 6:06 മണി 6:30 വരെ ഉണ്ട്. ബട്ട് സെക്ഷൻ ഫിനിഷ് ആയതുകൊണ്ട് വി ക്യാൻ ഗോ ഹോം. ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ കാണാൻ. നമ്മളപ്പോൾ രാവിലെ ചെയ്തുകൊണ്ടിരുന്ന പരിപ്പ് കറി ബാക്കി. പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടില്ല, പരിപ്പ് വേവിച്ചിട്ട് ഞാൻ നേരെ കോളേജിൽ പോയി. കോളേജിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. സോ പരിപ്പ് കറിയിട്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കുകയാണ്. ഇതാണ് ഗൈസ് എൻ്റെ ദാൽ കറി. പരിപ്പും കീരയും. ചീര, നമ്മൾ തമിഴ്നാട്ടിൽ കീര എന്ന് പറയുന്നത് പച്ചച്ചീര. ചാറ്. ഇത് കാണുമ്പോൾ നമുക്കൊരു ആസാമാണ്, നേപ്പാൾ സ്റ്റൈൽ ഫുഡ് പോലെയുണ്ട്. കാരണം അവരുടെ കറിയിലധികവും ചാറിങ്ങനെ ഉണ്ടാവും. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ കഴിച്ചു നോക്കി. ഹെൽത്തി ആൻഡ് ടേസ്റ്റി. അങ്ങനെ സക്സസ്ഫുള്ളി ഇന്നത്തെ ദിവസം കഴിഞ്ഞു. കിടന്നുറങ്ങണം. മുഖമൊക്കെ കഴുകി ഫുഡൊക്കെ കഴിച്ചു.